നമസ്കാരം, ശുഭദിനം. ഞാൻ ശങ്കർ ഹിമഗിരി, കൗമുദി ടി വി ന്യൂസ് ട്രാക്ക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദയവും ഏറ്റവും വിനയപൂർവ്വമായ സ്വാഗതം. നമുക്ക് പ്രധാന തലക്കെട്ടുകളിലേക്ക് പോകാം. മായാവതി രാജിവെച്ചു എന്നുള്ള വാർത്തയാണിന്ന്. സ്വാഭാവികമായും ഭൂരിപക്ഷം ദിനപത്രങ്ങളുടെയും ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ഭൂരിപക്ഷം ദിനപത്രങ്ങളുടെയും പ്രധാന ശീർഷകം മായാവതി രാജിവെച്ചു എന്ന കേരള കൗമുദിയുടെ തലക്കെട്ട്. രോഷം രാജി എന്ന ഇതേ വിഷയത്തിൽ മലയാള മനോരമ ശീർഷകം നൽകിയിരിക്കുന്നു. അതേസമയം സ്വകാര്യത മൗലിക അവകാശമോ എന്ന വിഷയം ആണ് മാതൃഭൂമിയുടെ പ്രധാന തലക്കെട്ട്. ആധാറിൻ്റെ ഭരണഘടനാപരവും നിയമപരവുമായ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ ഈ വിഷയത്തിലെ സ്വകാര്യത എന്നുള്ള വിഷയം ഇന്ന് സുപ്രീം കോടതി ചർച്ചയ്ക്ക് എടുക്കുകയാണ്. 9 അംഗ ഭരണഘടനാ ബെഞ്ച് ആണ് ഈ വിഷയം പരിഗണിക്കുന്നത്. ഇന്ന് വാദം തുടങ്ങാനിരിക്കെയാണ് മാതൃഭൂമി ഈ വിഷയം പ്രധാന വാർത്തയ്ക്ക് എടുത്തിരിക്കുന്നത്. അതേസമയം ദേശാഭിമാനിയിൽ പാർലമെൻറ്റ് സ്തംഭിച്ചു എന്ന വാർത്ത, മായാവതി MP സ്ഥാനം രാജിവെച്ചു എന്നുള്ളത് ഹൈലൈറ്റായി നൽകിയിട്ടുണ്ട്. മായാവതി രാജിവെച്ചു എന്ന് തന്നെ മാധ്യമത്തിൻ്റെയും പ്രധാന തലക്കെട്ട്. അതേസമയം മഞ്ജു വാര്യർ സാക്ഷി എന്ന് മംഗളത്തിൻ്റെ പ്രധാന തലക്കെട്ട്. ഇന്നലെ നടൻ ദിലീപുമായി ബന്ധപ്പെട്ട കേസിൽ ഇത് കേരള കൗമുദി 1-ാം പേജിൽ തന്നെ വളരെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചിരുന്ന വാർത്തയാണ്. ഈ കേസിൽ ദിലീപിൻ്റെ ആദ്യ ഭാര്യ മഞ്ജു വാര്യർ പ്രധാന സാക്ഷിയാകും എന്നുള്ള വിഷയം. മായാവതി രാജിക്ക് എന്നാണ് ദീപിക ഈ തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഇനി ഇംഗ്ലീഷ് ദിനപത്രങ്ങളുടെ ഹെഡ്ലൈൻസ് നോക്കാം. മായാവതി ക്വിറ്റ്സ് രാജ്യസഭ സേസ് ഹി വാസ് മസിൽഡ് എന്ന ഹെഡ്ലൈൻ. 9 ജഡ്ജ് സുപ്രീം കോർട്ട് ബെഞ്ച് ടു ഹിയർ റൈറ്റ് ടു പ്രൈവസി ഇഷ്യൂ ടുഡേ എന്ന ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ലൈൻ. ഗെയിം ഫോർ ത്രോൺസ് എന്ന ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഹെഡ്ലൈൻ. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. മായാവതി രാജിവെച്ചു എന്ന് കേരള കൗമുദിയുടെ പ്രധാന തലക്കെട്ട്. രാജ്യസഭയിൽ ദളിതർക്ക് വേണ്ടി സംസാരിക്കാൻ അനുവദിച്ചില്ല, തനിക്ക് മതിയായത്ര സമയം നൽകിയില്ല എന്ന പരാതിയോടുകൂടിയാണ് മായാവതിയുടെ രാജി. ഇന്നലെ രാജ്യസഭ ആരംഭിച്ചപ്പോൾ തന്നെ അതിൻ്റെ ശൂന്യവേളയിലാണ് മായാവതി സംസാരിച്ച് തുടങ്ങിയത്. തൻ്റെ ആ പ്രസംഗത്തെ തടസ്സപ്പെടുത്തി ഭരണപക്ഷ അംഗങ്ങൾ മാത്രമല്ല, രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യനും തടസ്സപ്പെടുത്തി എന്നാണ് മായാവതിയുടെ ആക്ഷേപം. എന്തായാലും ഇന്നലെ രാവിലെ ഈ സഭ ആരംഭിച്ച് അല്പസമയത്തിന് അകം തന്നെ ഇവർ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയിരുന്നു BSP ദേശീയ അധ്യക്ഷ ആയ മായാവതി. അപ്പോൾ തന്നെ തനിക്ക് ദളിതരെക്കുറിച്ച് സംസാരിക്കാൻ സമയം അനുവദിക്കാത്ത സഭയിൽ തുടരുന്നതിന് ധാർമ്മികമായ അവകാശം തനിക്ക് ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയും താൻ രാജിവെക്കും എന്ന് ഭീഷണി മുഴക്കുകയും മായാവതി ചെയ്തിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി രാജി വർത്തമാനം പുറത്ത് വരികയും ചെയ്തു. അതേസമയം രാജ്യസഭ സെക്രട്ടേറിയറ്റ് ഈ രാജി സ്വീകരിച്ചിട്ടില്ല, ഇത് പരിഗണനയിൽ ആണ് എന്ന് മാത്രം പറയുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് കേരള കൗമുദി നൽകിയിരിക്കുന്നത്. ഇന്നലെ ശൂന്യവേള ആരംഭിച്ചപ്പോൾ തന്നെ ഉത്തർപ്രദേശിലെ സഹരൻപൂരിൽ ദളിതർക്ക് നേരെ തുടരുന്ന അക്രമ വിഷയം ആധാരമാക്കി മായാവതി സംസാരിച്ചു തുടങ്ങി. പക്ഷേ ശൂന്യവേള ആയതുകൊണ്ട് 3 മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു PJ കുര്യൻ്റെ തീർപ്പ്. അത് വകവയ്ക്കാതെ അദ്ദേഹം പ്രസംഗം നിർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ അത് വകവയ്ക്കാതെ സംസാരം തുടരുകയായിരുന്നു മായാവതി. തുടർന്ന് PJ ഉപാധ്യക്ഷൻ വീണ്ടും ഇടപെടുകയും പ്രസംഗം നിർത്തണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനിടയിൽ ഭരണപക്ഷ MP-മാർ മായാവതിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിലൊക്കെ രോഷാകുലയായാണ് സഭയിൽ നിന്ന് മായാവതി ഇറങ്ങിപ്പോയത്. പിന്നീട് രാജി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി അതിനൊപ്പം രാജി സ്വീകരിച്ചേക്കില്ല എന്നൊരു കുറിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം സഭാ ചട്ടപ്രകാരം അല്ല ഈ രാജി എന്നതുകൊണ്ട് തന്നെ ഈ രാജി സ്വീകരിച്ചേക്കാൻ സാധ്യതയില്ല. ഒരു പക്ഷേ മറ്റൊരു രാജിക്കത്ത് ആവശ്യപ്പെട്ടേക്കുമെന്ന സൂചനകളൊക്കെ മറ്റു ദിനപത്രങ്ങളും നൽകുന്നുണ്ട്. കാരണം ഈ സഭാ ചട്ടം അനുസരിച്ച് എന്തെങ്കിലും ആരോപണം ഉന്നയിച്ച ഒരു അംഗത്തിന് സഭയിൽ നിന്ന് രാജിവെക്കാൻ സാധ്യമല്ല. നിരുപാധികമായ രാജി മാത്രമേ സഭയിൽ സ്വീകരിക്കുകയുള്ളൂ. 3 പേജുള്ള ഒരു കത്ത് ആണ് ഈ പറഞ്ഞ വിഷയത്തിൽ, അതായത് ദളിതർക്ക് നേരെയുള്ള സംസാരിക്കാൻ തനിക്ക് ആവശ്യമായത്ര സമയം നൽകിയില്ല തുടങ്ങിയ അക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുള്ള വളരെ വിശദമായ കത്താണ് നൽകിയിരിക്കുന്നത് മായാവതി. അത്തരമൊരു കത്ത് രാജിക്കത്ത് ആയി സഭയിൽ സ്വീകരിക്കാൻ ചട്ടം അനുവദിക്കുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിരുപാധികമായി ഒറ്റ വരിയിൽ താൻ രാജിവെക്കുന്നു എന്ന് പറയാനേ നിർവാഹമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ രാജി കത്ത് സ്വീകരിച്ചേക്കില്ല എന്ന കുറിപ്പും ഉണ്ട്. പീഡന ദൃശ്യ പ്രദർശനം അന്വേഷണം തുടങ്ങി എന്ന വാർത്ത കൗമുദി ഫോളോ അപ്പ് വാർത്തയാണ്. ഇന്നലെ കേരള കൗമുദിയാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അതായത് നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കൊച്ചിയിലെ ഒരു മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ് സംഭവം. ജൂൺ അവസാന ആഴ്ച നടന്ന സംഭവം.
കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് ആണ് പുറത്തു വന്നത്. ഇന്നലെയാണ് കേരള കൗമുദി അത് റിപ്പോർട്ട് ചെയ്തത്. ഇക്കാര്യത്തിൽ പോലീസിൻ്റെ അന്വേഷണം തുടങ്ങി. പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് കമ്മീഷണർ ലാൽജിയുടെ നേതൃത്വത്തിൽ ആണ് അന്വേഷണം. ഇന്നലെ ഈ കോളേജിൽ എത്തിയ ലാൽജി കോളേജ് അധികൃതരുമായി ഈ വിഷയം സംസാരിച്ചു. അതേസമയം ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല എന്നാണ് അധികൃതരുടെ നിലപാട്. എന്നാൽ ദൃശ്യങ്ങൾ കണ്ട വിദ്യാർത്ഥികൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഫോറൻസിക് പഠനത്തിൻ്റെ ഭാഗമായാണ് ജൂൺ അവസാന ആഴ്ചയിൽ വിദ്യാർത്ഥിനികൾ, പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് മുൻപിൽ ഈ അധ്യാപകൻ ഈ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചത്. ഇത് ആദ്യമൊക്കെ ഈ ദൃശ്യങ്ങൾ കണ്ട് ഭയന്ന് ഇത് ഇത്രയും വിവാദമായ സംഭവമായതുകൊണ്ട് തന്നെ പുറത്തു പറയാൻ മടിച്ച വിദ്യാർത്ഥിനികൾ പിന്നീട് വീട്ടിൽ അറിയിക്കുകയും രക്ഷിതാക്കൾ ഇത് DGPയെ അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട്. കഥ പകുതിയായി എന്ന് പൾസർ സുനി ഇന്നലെ കോടതിയിൽ പറഞ്ഞ കാര്യവും കേരള കൗമുദി 1-ാം പേജിൽ തന്നെ ചേർത്തിട്ടുണ്ട്. ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആണ് പൾസർ സുനി, 1-ാം പ്രതിയായ പൾസർ സുനി, കഥ പകുതിയേ ആയിട്ടുള്ളൂ, ഇനി കൂടുതൽ കാര്യങ്ങൾ ആലുവ സബ് ജയിലിൽ കഴിയുന്ന VIP പറയട്ടെ, അതായത് ദിലീപ് പറയട്ടെ എന്ന് പൾസർ സുനി പറഞ്ഞത്. ആധാർ സാധുത 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് എന്ന വാർത്തയും ഇന്ന് സുപ്രീം കോടതിയിൽ വാദം തുടങ്ങുകയാണ്. തീർച്ചയായും വളരെ നിർണായകമായ വാദമാണ്. കാരണം മൗലികത ആണ് ഈ വാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആധാറിൻ്റെ നിയമപരവും ഭരണഘടനാപരവുമായ സാധുത പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും നിർണായകമായ വിഷയം വ്യക്തിയുടെ മൗലികമായ സ്വാതന്ത്ര്യം സംബന്ധിച്ചാണ്. 1954-ലും 1963-ലും സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്ന 2 കേസുകളിലെ വിധിയിൽ സുപ്രീം കോടതി അന്ന് വിധിച്ചത് ഈ വ്യക്തിയുടെ മൗലികത എന്നത് യുക്തിപരമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് എന്നാണ്. അതിന് എതിരെയാണ് ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടുള്ള ഹർജികൾ. എന്തായാലും ഇന്ന് വാദം തുടങ്ങുന്നു. 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊണ്ട് ഇന്നലെയാണ് ചീഫ് ജസ്റ്റിസ് JS കെഹാർ അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് ഇത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്. അതിൻ്റെ വിശദാംശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് മലയാള മനോരമയുടെ 1-ാം പേജിൽ നിന്നുള്ള ചില വാർത്തകൾ നോക്കാം. രാജ്യസഭാംഗത്വം രാജിവെച്ച് മായാവതി, രോഷം രാജി എന്ന് വലിയ ശീർഷകം നൽകിയിട്ടുണ്ട്. അതേസമയം രാജ്യസഭാ പ്രവേശം ഇനി കടുപ്പം. രാജ്യസഭയിൽ നിന്ന് ഉള്ള മായാവതിയുടെ രാജി സ്വീകരിക്കുകയാണെങ്കിൽ ഇനി ഒരിക്കൽ കൂടി രാജ്യസഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ വരുന്നത് മായാവതിക്കോ BSPക്കോ പ്രയാസം ആയിരിക്കും എന്ന കുറിപ്പാണ്. കാരണം 403-അംഗ ഉത്തർപ്രദേശ് നിയമസഭയിൽ ഇപ്പോൾ 312 അംഗബലം 312 അംഗങ്ങളുടെ പിൻബലം ഉണ്ട് BJPക്ക്. എന്ന് മാത്രമല്ല ഈ മായാവതി ഉൾപ്പെടെ ഉള്ള 10 MP-മാരുടെ രാജ്യസഭാ MP-മാരുടെ കാലാവധി അടുത്ത ഏപ്രിലിൽ അവസാനിക്കുകയാണ്. അതിൻ്റെ ആ കുറിപ്പും ഉണ്ട്. ഇനി മനോരമയുടെ 1-ാം പേജിലെ ഒരു കൗതുക വാർത്ത, മഞ്ഞിൽ മായാതെ 3/4 നൂറ്റാണ്ട് എന്ന ശീർഷകത്തിൽ ജനീവയിൽ നിന്നൊരു വാർത്ത. അതായത് 75 വർഷങ്ങൾക്ക് മുൻപ് ആൽപ്സ് പർവ്വത നിരയിൽ ആടിനെ മേയ്ക്കാൻ പോയി അന്ന് മഞ്ഞുമലയിൽ മഞ്ഞുപാളികൾക്കിടയിൽ വീണ് മരിച്ച ദമ്പതികളുടെ മൃതദേഹം യാതൊരു കേടുപാടുകളും കൂടാതെ ഇപ്പോൾ 75 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയിരിക്കുന്നു എന്ന കൗതുകമാണ്. ആൽപ്സ് പർവ്വതനിരയിൽ 8600 അടി ഉയരത്തിൽ നിന്നാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. അന്ന് ഈ ദമ്പതികളുടെ ഇളയ മകൾക്ക് ഇപ്പോൾ 79 വയസ്സുണ്ട്. 1942 ഓഗസ്റ്റ് 15-ന് ആണ് ആൽപ്സ് പർവ്വതനിരയിൽ ഇവർ ആടുകളെ മേയ്ക്കാൻ പോയത് എന്നൊക്കെ അതിൻ്റെ വളരെ കൗതുകമുണർത്തുന്ന വിഷയം. ഇനി വെങ്കയ്യ ഗോപാൽ ഗാന്ധി നേർക്കുനേർ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം കഴിഞ്ഞു. NDA സ്ഥാനാർത്ഥിയായി വെങ്കയ്യ നായിഡുവും പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ഗോപാൽ കൃഷ്ണ ഗാന്ധിയും നേർക്കുനേർ പോരാട്ടത്തിന് ഒരുങ്ങുന്നു. അതിനിടയിൽ ഒഡീഷ മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക് അദ്ദേഹത്തിൻ്റെ പിന്തുണ ഗോപാൽകൃഷ്ണ ഗാന്ധിക്ക് ആയിരിക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട്. ഇനി നടിയെ ആക്രമിച്ച ആ കേസിൽ ദിലീപുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത, ദിലീപിന് 600 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം എന്ന റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഇത് വലിയ തോതിലുള്ള ബിനാമി നിക്ഷേപങ്ങൾ ഒക്കെ ഉൾപ്പെടെയാണ് ഏതാണ്ട് 600 കോടി രൂപയുടെ ഭൂസ്വത്ത് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം ദിലീപിന് ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ദിലീപിൻ്റെ കാര്യം മാത്രമല്ല, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മലയാളത്തിൽ നിർമ്മിച്ച് വിതരണം ചെയ്ത മുഴുവൻ സിനിമകളുടെയും ധനവിനിയോഗവും എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം അന്വേഷിക്കുന്നുണ്ട്.
ദിലീപിൻ്റെ അക്കൗണ്ടുകൾ വിശദമായി പരിശോധിച്ചപ്പോൾ വിദേശത്തു നിന്നും ഒക്കെ വലിയ തോതിലുള്ള പണമൊഴുക്ക് ഉണ്ട് എന്ന് കണ്ടെത്തി. ഈ സംഭവം വിവാദം ആയതിനെ തുടർന്ന് ദിലീപിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വലിയ ഒരു തുക ഒരു ചലച്ചിത്ര പ്രവർത്തകയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുള്ള വിവരവുമൊക്കെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്യുന്നു. മാതൃഭൂമിയുടെ 1-ാം പേജിൽ സ്വകാര്യത മൗലിക അവകാശമോ എന്ന പ്രധാന തലക്കെട്ട് നൽകിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ 9-അംഗ ഭരണഘടനാ ബെഞ്ച് ഇന്ന് ഈ കേസിൽ വാദം തുടങ്ങുകയാണ്. അതായത് ആധാറിൻ്റെ നിയമപരവും ഭരണഘടനാപരവുമായ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള വാദമാണ്. അക്കാര്യത്തിൽ ഈ വിഷയത്തിൽ വ്യക്തിയുടെ മൗലികത വ്യക്തികളുടെ സ്വകാര്യത അയാളുടെ മൗലിക അവകാശമാണോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ചർച്ചാ വിഷയം. നഴ്സുമാരുടെ സമരം വിലക്ക് നീക്കിയില്ല എന്നതുകൊണ്ട് ഇത് നഴ്സുമാരുടെ സമരം വിലക്കിയ ഉത്തരവ് നീക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ വിലക്ക് നീക്കിയില്ല. ഇത് നാളെ, അതായത് വ്യാഴാഴ്ച, ഈ സർക്കാർ വിളിച്ചു ചേർത്ത സമവായ ചർച്ച നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചത്. ഇനി പോലീസ് കസ്റ്റഡിയിലെടുത്ത 18-കാരൻ തൂങ്ങി മരിച്ചു എന്ന വാർത്ത തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ വാടാനപ്പള്ളി എങ്ങണ്ടിയൂരിൽ ആണ് ഈ 18-കാരനെ വീടിനുള്ളിൽ ഇയാൾ തൂങ്ങി മരിച്ചത്. പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചിരുന്നു, ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇയാൾ വഴിയിൽ ഒരു പെൺകുട്ടിയോട് സംസാരിച്ച് നിൽക്കുന്നത് കണ്ടാണ് രണ്ടുപേരെയും പോലീസ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. പെൺകുട്ടിയെ പിന്നീട് ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചു. ഈ യുവാവ് തിരികെ വീട്ടിൽ എത്തി ഇയാളെ തൂങ്ങി മരിക്കുകയായിരുന്നു. അതേസമയം പോലീസ് മർദ്ദനത്തിൽ മനംനൊന്താണ് ആത്മഹത്യ എന്ന് ആരോപിച്ച് ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ചില വാണിജ്യ വാർത്തകളിലേക്ക് പോകാം. ഇന്ന് കേരളകൗമുദിയിൽ സിഗരറ്റ് സെസ് പുകഞ്ഞു, ഓഹരി വിപണി ഇടിഞ്ഞു എന്ന ശീർഷകത്തിൽ സിഗരറ്റിന് സെസ് ഉൾപ്പെടെ നേരത്തെ നിശ്ചയിച്ചിരുന്ന 31% GST അത് പിന്നീട് 36% വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ കുത്തനെയുള്ള ഇടിവ് രേഖപ്പെടുത്തി. ഇന്നലെ ഒരൊറ്റ ദിവസം സെൻസെക്സിൻ്റെ മൊത്തം മൂല്യത്തിലുണ്ടായ ഇടിവ് 85,000 കോടി രൂപയാണ്. സെൻസെക്സിൽ ഇന്നലെ സംഭവിച്ചത്. ഇന്നലെ മാത്രം സെൻസെക്സിൽ 363 പോയിന്റിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റി 188 പോയിന്റും ഇടിഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതായത് സെസ് ഉൾപ്പെടെ നേരത്തെ 31% നികുതി ആണ് സിഗരറ്റിന് ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇത് സിഗരറ്റിൻ്റെ മുൻപ് ഉണ്ടായിരുന്ന നികുതിയേക്കാൾ കുറവാണ് എന്ന് GST നിലവിൽ വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാരിന് ബോധ്യമായത്. അതുകൊണ്ടാണ് പിന്നീട് ഇത് 36% ഉയർത്തിയത്. ഇത് ഈ ഓഹരി വിപണിയിൽ വലിയ പ്രത്യാഘാതത്തിന് വഴിവെച്ചു. ഈ വർഷം ഓഹരി വിപണി പ്രദർശിപ്പിച്ച ഏറ്റവും വലിയ നഷ്ടമായിരുന്നു ഇന്നലത്തേത് എന്നും കേരളകൗമുദിയുടെ റിപ്പോർട്ട്. ഇനി നമുക്ക് മനോരമയുടെ സാമ്പത്തികം പേജിൽ EPF സേവനങ്ങൾ ആപ്പ് വഴി എന്ന് മനോരമയുടെ സാമ്പത്തിക റിപ്പോർട്ട്. അതായത് ഉമംഗ് എന്ന് പറയുന്നത് യൂണിഫൈഡ് മൊബൈൽ ആപ്പ് ഫോർ ന്യൂ ഏജ് ആപ്ലിക്കേഷൻസ്, ന്യൂ ഏജ് ഗവേണൻസ് എന്നതാണ് ഉമംഗ് എന്ന കേന്ദ്ര സർക്കാർ മൊബൈൽ ആപ്ലിക്കേഷൻ പദ്ധതി. ഇനി ഓഗസ്റ്റ് ആദ്യവാരം മുതൽ EPF എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ സേവനങ്ങൾ, അതായത് അത്യാവശ്യ ഘട്ടങ്ങളിൽ പണം പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഈ മൊബൈൽ ആപ്പ് വഴി ലഭ്യമാകുമെന്നതാണ് മനോരമയുടെ വാർത്ത. അതേസമയം ജാതി വിലയിൽ ഉണ്ടായ ഇടിവ് സംബന്ധിച്ചാണ് മാതൃഭൂമി എന്ന വാണിജ്യ വാർത്ത നൽകിയിരിക്കുന്നത്. ജാതിക്കയ്ക്ക് ഒരു ജാതി വില എന്ന തലക്കെട്ടിൽ. ഇത് ജാതി കർഷകർ, അതായത് മഴക്കാലം ആയതോടുകൂടി വേണ്ടത്ര ഉണക്ക് ഇല്ലാതെ ജാതിക്ക വിപണിയിൽ എത്തുന്നതാണ്, അതായത് ഗുണനിലവാരത്തിലുണ്ടായ കുറവ് ആണ് വില ഇടിവിന് കാരണമായി വ്യാപാരികൾ പറയുന്നത്. എങ്കിൽ GSTയും കയറ്റുമതിയിൽ ഉണ്ടായ ഇടിവും ആണ് വില കുറയ്ക്കാൻ കാരണമെന്ന് കർഷകർ പറയുന്നു. അതിൻ്റെ വിലയുടെ വിശദാംശങ്ങളുമൊക്കെയുണ്ട്. ഇത് കഴിഞ്ഞ ഏപ്രിലിൽ 250 രൂപ വില ഉണ്ടായിരുന്ന ജാതിക്കയ്ക്ക് ഇപ്പോൾ 150 രൂപയിലേക്ക് വില ഇടിഞ്ഞിരിക്കുന്നു. ജാതി പരിപ്പിൻ്റെ വില 450 രൂപയിൽ നിന്ന് 300 രൂപയിലേക്കും ഇടിഞ്ഞിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ്. യഥാർത്ഥത്തിൽ സ്വാഭാവികമായും 6 ദിവസത്തെ ഉണക്ക് ആണ് ജാതിക്കയ്ക്ക് വേണ്ടത്. ഇത്രയും ഉണക്ക ജാതിക്ക ആണ് വിപണിയിൽ എത്തിക്കേണ്ടത്, വിൽപ്പനയ്ക്ക് കർഷകർ കൊണ്ടുവരേണ്ടത്. പക്ഷേ മഴ വ്യാപകമായതിനാൽ ഇപ്പോൾ അത്രയും ദിവസത്തെ ഉണക്കാൻ കർഷകർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് വേണ്ടത്ര ഉണക്കില്ലാത്ത ജാതിക്ക വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് ആണ് ഇതിൻ്റെ ഗുണനിലവാരക്കുറവിന് കാരണമെന്നും വ്യാപാരികൾ പറയുന്നു. ഇനി ഇന്നത്തെ ശ്രദ്ധേയമായ 1-2 മുഖപ്രസംഗ വിഷയങ്ങൾ നോക്കാം. ഉപരാഷ്ട്രപതി അനുയോജ്യൻ എന്ന് കേരളകൗമുദിയുടെ ഇന്നത്തെ മുഖപ്രസംഗ വിഷയം. അതായത് ഇത് വെങ്കയ്യ നായിഡുവിനെ കുറിച്ച് ഉപരാഷ്ട്രപതിക്ക് അനുയോജ്യൻ എന്ന ശീർഷകത്തിൽ. ഇത് കഴിഞ്ഞ ദിവസമാണ് NDA സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രി ആയിരുന്ന വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി ആയിരുന്ന വെങ്കയ്യ നായിഡുവിൻ്റെ പേര് പാർട്ടി പ്രഖ്യാപിച്ചത്. തുടർന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ചെയ്തു.
വളരെ മാന്യനായ വ്യക്തിയാണ്, അനുയോജ്യനാണ്. അതിനൊപ്പം പക്ഷേ ശ്രദ്ധേയമായൊരു കാര്യം ഈ മുഖപ്രസംഗം ചൂണ്ടിക്കാണിക്കുന്നത്, രാഷ്ട്രപതി എപ്പോഴും ഭരണമുന്നണിയുടെ നോമിനി ആകാമെങ്കിലും ഉപരാഷ്ട്രപതി പദവി പ്രതിപക്ഷത്തിന് വിട്ടുകൊടുത്ത് ജനാധിപത്യ മര്യാദ പുലർത്തുന്ന പാരമ്പര്യത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള ഒരു ശ്രമം പോലും ഇത്തവണ ഉണ്ടായില്ല എന്നുള്ളത് ഖേദകരമാണ് എന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്നു കേരള കൗമുദിയുടെ ഇന്നത്തെ മുഖപ്രസംഗം. അതേസമയം പകർച്ചപ്പനി വ്യാപകം ആകുന്ന സാഹചര്യത്തിൽ GSTയുടെ കാരണത്താൽ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന രൂക്ഷമായ മരുന്ന് ക്ഷാമം സംബന്ധിച്ച് ആണ്. ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കണം എന്നാണ് ഇന്ന് മനോരമയുടെ ഈ മുഖപ്രസംഗ വിഷയം. അത് തീർച്ചയായും വളരെ ശ്രദ്ധേയമാണ്. കാരണം GST നിലവിൽ വന്നപ്പോൾ പുതിയ നികുതി സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ കാരണം മരുന്ന് വിൽപ്പനയ്ക്ക് എടുത്ത് മെഡിക്കൽ സ്റ്റോറുകൾക്ക് നൽകാൻ വൈകിക്കുന്നു പല മൊത്ത വിതരണക്കാരും. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ചാണ്. അവശ്യ മരുന്നുകൾ, ജീവിതശൈലീ രോഗങ്ങൾക്കുള്ള അവശ്യ മരുന്നുകൾ പോലും ഇപ്പോൾ വിപണിയിൽ വേണ്ടത്ര വിപണിയിൽ ലഭ്യമല്ല. ഇത് സർക്കാർ ഇടപെട്ട് ഇത് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്ന് പറയുന്നു ഇന്ന് മനോരമയുടെ മുഖപ്രസംഗം. ഇനി നമുക്ക് ഇന്നത്തെ ശ്രദ്ധേയമായ ഒരു കായിക വാർത്ത കൂടി നോക്കാം. കേരള കൗമുദിയുടെ കളിക്കളം പേജിൽ നിന്ന് സുവർണ കേരളം PO എന്ന ശീർഷകത്തിൽ, ഇത് ആന്ധ്രയിലെ ഗുണ്ടൂരിൽ സമാപിച്ച ദേശീയ ഇന്റർസ്റ്റേറ്റ് അത്ലറ്റിക്സിൽ കേരളത്തിന് ഓവറോൾ കിരീടം. 159 പോയിന്റുകളോടുകൂടിയാണ് കേരളം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത്. 11 സ്വർണം, 8 വെള്ളി, 4 വെങ്കലം എന്നിവ ഉൾപ്പെടെയാണ് കേരളത്തിൻ്റെ നേട്ടം. രണ്ടാം സ്ഥാനത്ത് 110 പോയിന്റുകളോടെ തമിഴ്നാട് ആണ്. ഹരിയാന ആണ് മൂന്നാം സ്ഥാനത്ത്. ന്യൂസ് ടാക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിൻ്റെ ഇന്നത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭവർത്തമാനങ്ങൾ മാത്രം പിറക്കട്ടെ ഈ നല്ല ദിവസം എന്ന പ്രാർത്ഥനയോടെ, പ്രതീക്ഷകളോടെ ഇന്നത്തേക്ക് പിരിയാം. നാളെ കാണും നമ്മൾ തമ്മിൽ രാവിലെ 8:30 ന്യൂസ് ടാക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിൽ വീണ്ടും. നമസ്കാരം.